ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി, പ്രിൻസിപ്പൽ, അധ്യാപകരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റിലാണ്. ഒട്ടനവധി മഹാരഥന്മാരുടെ ത്യാഗത്തിൻ്റെയും ധീരതയുടെയും ഫലമായാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ സുദിനത്തിൽ അബ്ദുൽ കലാം ആസാദിൻ്റെ ഒരു കൃതി ഓർക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. ഇതാണീ ഭാവന ഭാരത ഭൂമാതാവിൻ ശ്രീകോവിൽ, ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാം. ഈ പാട്ട് ഈ ദിനത്തിൽ ഓർക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് നാം സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിർത്തേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. അത് ഓരോ പൗരൻ്റെയും കടമയുമാണ്. നമ്മളത് യഥാവിധി പാലിക്കുകയും ചെയ്യണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കൂടിയാണ് നമ്മുടേത്. ധീരതയുടെയും ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും വിശ്വാസത്തിനെയും സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ത്രിവർണ പതാക. അഹിംസയുടെ പാതയിൽ കൂടി സ്വാതന്ത്ര്യ സമരം നേടുവാൻ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പരിശ്രമിച്ചു. സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സർദാർ വല്ലഭായ് പട്ടേൽ, ലാൽ ബഹദൂർ ശാസ്ത്രി, റാണി ലക്ഷ്മിഭായി തുടങ്ങി ഒട്ടനവധി ധീരയോദ്ധാക്കളുടെ, ധീരപോരാളികളുടെ ശ്രമഫലമായാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടായത്. അത് നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.